ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പം നമ്മുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം വരാൻ പോവുകയാണ് അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ റിവിഷൻ പാർട്ട് 1 ചെയ്ത് കഴിഞ്ഞു. ഇനി പാർട്ട് 2 ആണ്. അപ്പോൾ നിങ്ങളും ഇതിനൊപ്പം നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നല്ല രീതിയിൽ പഠിക്കുക, കാരണം എന്താണ്, പരീക്ഷ ഇങ്ങ് എത്തി. ഇനി നമ്മുടെ മുന്നിൽ ഒരാഴ്ച കൂടി സമയമുള്ളൂ. അപ്പം നല്ല രീതിയിൽ ആ ഒരു സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയും. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇനിയുള്ള സമയം വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോയാലോ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത് ഏത്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്കറിയാം FL4A എന്ന് പറയുന്നത് ക്ലബ് ലൈസൻസ് ആണെന്നും FL6 എന്ന് പറയുന്നത് സ്പെഷ്യൽ ലൈസൻസ് ആണെന്നും FL9 എന്ന് പറയുന്നത് വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസും അതുപോലെ FL11 എന്ന് പറയുന്നത് ബിയർ വൈൻ പാർലർ ലൈസൻസുമാണ്. അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. FL4A അതെന്താണ്? ക്ലബ് ലൈസൻസ്. രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്ക് അവരുടെ അംഗങ്ങൾക്ക് മദ്യം വിളമ്പുന്നതിനായി നൽകുന്ന ലൈസൻസ് ആണ് ഏത്? FL4A എന്ന് പറയുന്നത്. ഇനി FL6 എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ ലൈസൻസ്. പ്രത്യേക താൽക്കാലിക അവസരങ്ങളിൽ മദ്യം നൽകാനായി അനുവദിക്കുന്നതാണ് FL6 എന്ന് പറയുന്നത്. ഇനി FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്. വിദേശ മദ്യം മൊത്തമായി വിതരണം ചെയ്യുന്നതിനുള്ള ലൈസൻസ് ആണ് FL9 എന്ന് പറയുന്നത്. ഇനി FL11 എന്ന് പറഞ്ഞാലോ ബിയർ വൈൻ പാർലർ ലൈസൻസ് ആണ് FL11. ബിയറും വൈനും മാത്രം വിൽക്കുന്ന പാർലറുകൾക്ക് നൽകുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മുടെ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം എന്താണ്, ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് 20 മാർക്കാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 20 മാർക്കും സ്കോർ ചെയ്യുന്ന തരത്തിൽ വേണം നിങ്ങളത് ആ ഒരു സെക്ഷൻസ് പഠിച്ചു പോകാൻ. അടുത്തത്, കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി അതെത്രയായിരുന്നു? 200 മീറ്റർ അല്ലേ. 200 മീറ്ററാണ് കുറഞ്ഞ ദൂരപരിധി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. കേരള ഫോറിൻ ലിക്വർ റൂൾസിലെ റൂൾ 13(3) പ്രകാരം വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ എന്നിവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവയിൽ നിന്നും കുറഞ്ഞത് 200 മീറ്റർ ദൂരപരിധി പാലിക്കണം. ദൂരം അളക്കുന്നത് എങ്ങനെയാണ്? സ്ഥാപനത്തിന്റെ പ്രധാന കവാടം മുതൽ മദ്യശാലയുടെ കവാടം വരെ പൊതുജനങ്ങൾക്ക് നടന്നു പോകാവുന്ന ഏറ്റവും കുറഞ്ഞ ദൂരത്തിലൂടെയാണ് ഈ ഒരു ദൂരം അളക്കുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? അത് ഓഗസ്റ്റ് 15 ആണ് കേട്ടോ. ബാക്കി എല്ലാ ദിവസങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രൈ ഡേ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 15 കേരളത്തിൽ ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അന്ന് മദ്യവിൽപ്പന നിയമപരമായിട്ട് നിരോധിച്ചിട്ടില്ല കേട്ടോ. അടുത്തത്, പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഏതായിരുന്നു അത്? വകുപ്പ് 4 അല്ലേ. വകുപ്പ് 4 നമുക്ക് നോക്കാം എന്താണ്. സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003 സെക്ഷൻ 4 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത്. സെക്ഷൻ 4 ഓർത്ത് വെക്കുക. അതുപോലെ സെക്ഷൻ 6 എന്ന് പറയുന്നത് എന്താണ്? പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര ചുറ്റളവിൽ വിൽക്കുന്നതും നിരോധിക്കുന്നു. ഓർത്ത് വെക്കണേ, സെക്ഷൻ 4ഉം സെക്ഷൻ 6ഉം. അടുത്തത്, സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ അതെത്രയാണ്? ഓപ്ഷൻ സി 200 രൂപ. 200 രൂപ. കോട്ട്മ നിയമത്തിലെ സെക്ഷൻ 6 പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര അഥവാ 100 യാർഡ്സ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഈ നിയമം ലംഘിക്കുന്നവർക്ക് ചുമത്താവുന്ന ഏറ്റവും കൂടിയ പിഴയാണ് 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റുകളിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? എത്രയാണത്? 85%. എത്രയാണ്? 85%. നോക്കാം. ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ പുകയില ഉൽപ്പന്നങ്ങളുടെയും പാക്കറ്റുകളുടെ ഉപരിതലത്തിന്റെ 85% ഭാഗത്തും നിർബന്ധമായും ചിത്രങ്ങൾ സഹിതമുള്ള ആരോഗ്യ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കണം. അടുത്തത്, ആരോഗ്യത്തിന് ഹാനികരമാവുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നത്
നടപടി സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഏതായിരുന്നു അത്? ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 47 പ്രകാരം ജനങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാരകമായ ലഹരി വസ്തുക്കളും പാനീയങ്ങളും നിരോധിക്കാൻ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുന്നു. അടുത്ത ചോദ്യം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി അല്ലെ? മുഖ്യമന്ത്രി ഓർത്തു വെക്കുക. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ ആരായിരിക്കും? എക്സൈസ് വകുപ്പ് മന്ത്രിയുമായിരിക്കും കേട്ടോ. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? എത്രയായിരുന്നു? 23 വയസ്സ്. ആദ്യം 21 അതിപ്പോൾ എന്തായിട്ട് മാറ്റി? 23 ഉയർത്തിയിട്ടുണ്ട്. ഇത് 2017 ഈ ഒരു ഭേദഗതി വന്നിരിക്കുന്നത് കേട്ടോ. 21 നിന്ന് 23. അപ്പോൾ കേരളത്തിൽ മദ്യം ഉപയോഗിക്കാനും വാങ്ങുവാനുള്ള നിയമപരമായ പ്രായപരിധി 23 വയസ്സ് ആണ്. അടുത്തത്, IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? എത്രയായിരുന്നു പരമാവധി തടവ് ശിക്ഷ? ജീവപര്യന്തം തടവ്. ഏതാണ്? ജീവപര്യന്തം തടവ്. IT ആക്ട് 2000 സെക്ഷൻ 66F പ്രകാരം സൈബർ തീവ്രവാദത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം തടവാണ്. അടുത്ത ചോദ്യം, IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. എന്താണ്? IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഏതാണ്? 3 വർഷം. അത് നമ്മുടെ ഓപ്ഷനില്ല, അതുകൊണ്ട് എന്താണ്? മുകളിൽ പറഞ്ഞതൊന്നുമല്ല. നമുക്ക് നോക്കാം. എന്താണ്? സെക്ഷൻ 77B പ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന IT കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നവയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം 3 സെക്ഷൻസ് ആയിട്ട്, അതായത് പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടാതെ നമ്മൾ വേറെയും ഇമ്പോർട്ടൻ്റ് ആയി 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുക. ഇപ്പം നമ്മൾ ഏകദേശം 40 ക്വസ്റ്റ്യൻസ് ഈ ഒരു 3 സെഷനിലൂടെ കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡുള്ള മറ്റു കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരീക്ഷ എഴുതുക. വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഇനിയുള്ള സമയം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. മിൻറ്റ് നിങ്ങളുടെ ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെ ഉണ്ടാകും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് PSC റിലേറ്റഡ് ആയിട്ടുള്ളതോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ളതോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ഡൗട്ട് ഫോമിൽ ഫില്ല് ചെയ്താൽ മതി. നിങ്ങളോട് മെൻറ്റർ ഈ ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതും നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ തരുന്നതുമായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.